ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന നല്ല അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുക. ആ സമയത്ത് ബാലേന്ദ്രൻ പറയണം, അതെ, ഞാൻ ഇങ്ങനെ തന്നെ വിചാരിച്ചത്, ഇങ്ങനെ തന്നെ ഒരുങ്ങി വരണമെന്നാണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ തന്നെ വേണം പറഞ്ഞു വിടാനായിട്ട് എന്നൊക്കെ ബാലേന്ദ്രൻ നിറകണ്ണുകളോട് കൂടി തന്നെ പറയുകയാണ്. ഇത് കേട്ട അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ പോകാമല്ലോ അല്ലേ? ഏ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞു അലീന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ആ എല്ലാവരുടെ യാത്ര പറഞ്ഞു വെച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ നമ്മുടെ കൃഷ്ണമോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ കൃഷ്ണമോള് അവിടെ നിന്ന് കയറിപ്പോവുക, എന്നെങ്കിൽ ഇറങ്ങി വാ, നമുക്ക് പോകാം, ഒരുപാട് സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. എന്ന് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോള് നേരെ ബബിതടുത്ത് ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനയും ചെല്ലിയാണ് ഈ ബബിതടുത്തേക്ക്. ബബിതയോട് പറയണ, മോളെ ബബിതേ, വേണ്ട, എന്നോടൊന്നും പറയണ്ട, പൊയ്ക്കോ, എന്നോട് യാത്ര പറയേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ആരുടെ യാത്ര പറിച്ചിട്ടൊന്നും കേൾക്കണ്ട, എനിക്ക് ആരെയും കാണാൻ വേണ്ട, എന്തിനാ എന്നോട് യാത്ര പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾ പോകാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും മോളെ ബബിതേ, ദേ എനിക്ക് യാത്ര പറയാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ നിങ്ങളോട് പറയാതെ എങ്ങനെയാണ് മോളെ ഞാൻ പോകുന്നത്, എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് പോയി തരാവോ. അപ്പോൾ അലീന സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ്, ചേച്ചിക്ക് അതൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട, ബബിത ചേച്ചി അങ്ങനെയാണ്, വല്ലാത്തൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട, ചേച്ചി പോകാൻ നോക്ക്. അങ്ങനെ കൃഷ്ണമ്മളോട് പറയാണ്, മോളെ എനിക്ക് യാത്ര ചോദിക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടതല്ല, പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്കിവിടെ നിന്ന് പോയല്ലേ മതിയാവുള്ളൂ, ഞാനിവിടെ നിന്ന് പോകുമെന്ന് തീരുമാനം എടുത്തതല്ലേ, നിങ്ങളെയൊക്കെ വിട്ടു പോകുമ്പോഴേ എൻ്റെ മനസ്സ് കിടന്ന് വല്ലാതെ നോവുകയാണ്. എനിക്ക് എനിക്ക് ആരില്ലാത്തൊരവസ്ഥ, നിങ്ങളെല്ലാവരും വിട്ട് പോവല്ലേ, എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ വിട്ട് ഞാൻ പോവല്ലേ, എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല മോളെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോളാണെങ്കിൽ, ചേച്ചി എന്തിനാ ചേച്ചി പോകുന്നത്, ചേച്ചി പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്കും വളരെയേറെ സങ്കടമുണ്ട് ചേച്ചി, പോകണ്ട ചേച്ചി, ചേച്ചിക്ക് ഇവിടെ നിന്നാൽ പോരെ ചേച്ചി, അമ്മ തിരിച്ചൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി അമ്മ ഓരോ തന്ത്രങ്ങളും മെനയല്ലേ, ചേച്ചി ഇവിടുന്ന് പോകണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്. മോളെ, എന്താണ് കാരണം, ഏതാണ് കാരണം എന്നൊക്കെ മോൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. നമ്മൾ തമ്മിലുള്ള ബന്ധമേ ഒരിക്കലും ആർക്കും മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല. ഓരോ ദിവസം കഴിയും തോറും അത് കൂടുതൽ ദൃഢമായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മളെ പിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അത് കഴിയില്ല എന്ന് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് അത് മോള് തന്നെയല്ലേ കൃഷ്ണമോളെ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് സങ്കടത്തോടു കൂടി തന്നെ ആന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടുകയാണ്. പക്ഷേ പോകാനുള്ള സമയമായി മോളെ. അപ്പോഴേക്കും ഈ ബാലേന്ദ്രൻ വന്നിട്ട്, അതേ, ഇനിയും ഒരുപാട് യാത്രയൊക്കെ പറയാനുണ്ട്, അതുകൊണ്ട് വരാവോ, സമയം ഒരുപാടായി എന്ന് പറഞ്ഞപ്പോഴേക്കും, മോളെ എനിക്ക് ബബിതയോടൊന്ന്, ശരി, ഞാൻ ബബിതേച്ചിയെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് പോവുക. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഈ രോഹിത്തിൻ്റെ കവളിലൊന്ന് തലോടിയിട്ട് പറയാണ്, മോനെ, ദേ ചേച്ചി പോവുക, അനിയത്തിമാരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളേ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ നിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് നീ, അത് പാലിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, അത് പാലിച്ചിരിക്കണം, പറഞ്ഞ മനസ്സിലായല്ലോ, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എക്സാം എഴുതണം, നമുക്കൊരു ലക്ഷ്യം വേണം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയും തന്നെ ചെയ്യണം എന്നൊക്കെ രോഹിത്തിനോട് പറയാം. രോഹിത്താണെങ്കിൽ അലീനയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നില്ല. ഇങ്ങനെ കരയണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ രോഹിത്ത് നിൽക്കുന്നത്. അങ്ങനെ രോഹിത് അലീനയുടെ ഒരു അക്ഷരം പോലും മിണ്ടാതെ അലീനയുടെ കയ്യിൽ വെച്ച് ബാഗ് എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. ആരും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് നേരെ ബബിതയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ബബിതയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, ബബിതേച്ചി, അലീന ചേച്ചി പോവാന്ന് ഇത് കേട്ടെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബബിത ഇങ്ങനെ വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിപ്പോകുന്നൊരവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി വരുന്നില്ല അങ്ങോട്ട്, ബബിതേച്ചി വായിച്ചി, ചേച്ചിയെ കാണുമെന്ന് അലീന ചേച്ചി പറയുന്നത്. വേണ്ട, എനിക്കാരെയും കാണണ്ട, എന്നോടൊരു യാത്രയും പറയണ്ടെന്നേ, പോകാൻ നോക്ക്, എനിക്ക് ആരോട് യാത്രയും പറയണ്ട, ഞാൻ അങ്ങോട്ട് വരത്തുമില്ല, നീ പോകാൻ നോക്ക് കൃഷ്ണമോളെ. അങ്ങനെ വഴക്ക് പറഞ്ഞ് കൃഷ്ണമോളെ അവിടെ നിന്ന് ഓടിക്കുക. അങ്ങനെ അലീന പുറത്തുനിന്ന് നിൽക്കുക. അപ്പോൾ കൃഷ്ണമോള് വരുന്നുണ്ടെങ്കിൽ ബബിത വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലേച്ചി, ബബിതേച്ചി വന്നില്ല, ബബിതേച്ചിക്ക് ആരെയും കാണണ്ട, ബബിതേച്ചിയോട് ആരും യാത്ര പറയണ്ട എന്നൊക്കെയാണ് ബബിതേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ പറയാ, എന്താ വന്നില്ലല്ലേ? ഇല്ലച്ചാ, ഇങ്ങു വാ, പോകാൻ സമയമായി,
പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറാൻ നോക്ക്, ഇനി എന്തോരം യാത്രയുണ്ടെന്ന് അറിയാവോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മക്കളെ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന പടിയിറങ്ങുക. അപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര സങ്കടം, അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ബബിത ആ റൂമിൽ നിന്ന് ഓടിപ്പാഞ്ഞു വരികയാണ്. പക്ഷേ അലീനയുടെ മുന്നിലേക്ക് ചെന്നില്ല, അവിടെ ഒളിഞ്ഞു നിന്ന് അലീന ഇറങ്ങുന്നത് നോക്കുക. അലീനയും ബബിത വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ ബബിതയെ കാണാനും പറ്റുന്നില്ല. അങ്ങനെ അലീന കാറിലേക്ക് കയറി ഇവരെ നോക്കി ടാറ്റയും കാണിച്ചിട്ട് ബാലേന്ദ്രൻ വണ്ടി എടുത്തിട്ട് പോവുക. എല്ലാവരും കരഞ്ഞോണ്ട് നിൽക്കുക. ബബിതയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ സങ്കടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബബിതയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെ ബബിത നേരെ റൂമിലേക്ക് കയറിപ്പോയിരുന്നു, ഇങ്ങനെ കരയാണ്. അപ്പോൾ കൃഷ്ണമ്മോളും അതേപോലെ തന്നെ രോഹിത്തും കൂടി ചേർന്ന് നിന്നിട്ട് ഭയങ്കര കരച്ചില്. അങ്ങനെ കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് നേരെ ബബിതയുടെ റൂമിലേക്ക് കയറിച്ചില്ലേ. അപ്പോൾ ബബിത അവിടെ നിന്ന് കരയുന്ന ഒരു സീനാണ് കാണുന്നത്. എന്തേ ചേച്ചി കരയാണോ എന്ന് ചോദിക്കണം. നീ ഇപ്പോൾ ഓടി കരയാനോ? ഞാനെന്തിനാ കരയുന്നത്? എനിക്ക് കരയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കരയേണ്ട ആവശ്യവുമില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ പോകാൻ നോക്ക്. എന്തിനാ ചേച്ചി എന്നോട് ദേഷ്യപ്പെടുന്നത്? അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ചേച്ചി കരയുന്നുണ്ടോന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ചേച്ചി കരയുന്ന പോലെ എനിക്ക് തോന്നി. ചേച്ചി കരയുന്നുണ്ട്, എനിക്കറിയാം. ചേച്ചിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ബബിതേച്ചി. കൃഷ്ണമോളെ നിന്നോട് പോകാനാ പറഞ്ഞത്, പോ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ദേഷ്യപ്പെട്ട് നേരെ അങ്ങോട്ട് കയറി പോവുക. അലീനയാണെങ്കിൽ ബബിതയാണെങ്കിൽ ആകെ വെങ്ങിപ്പൊട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടന്ന് കരയുകയാണ്. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനും അതേപോലെ തന്നെ അലീനയും കൂടി യാത്ര ചെയ്യുക. അപ്പോൾ ഈ അലീന ഇരുന്ന് ഇങ്ങനെ കരയുന്ന സീനാണ് നമ്മുടെ ബാലേന്ദ്രൻ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാ മോളെ, നിനക്ക് അവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ നീ എന്തിനാ പോണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചത്? എന്തിനു വേണ്ടി? അവരെയൊന്നും വിട്ടുപിരിയാൻ നിനക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ നീ എന്തിനാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നോട് എന്നിങ്ങനെ ചോദിക്കുക. എനിക്കറിയില്ല അച്ഛാ, എന്തിനു വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചിലവരുടെയൊക്കെ നിസ്സാര വിജയത്തിന് വേണ്ടിയായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അച്ഛാ. എല്ലാവർക്കും സന്തോഷമാകണ്ടേ? ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ സന്തോഷമാകുമല്ലോ അച്ഛാ, അതിനു വേണ്ടിയായിരിക്കും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ വീടും വിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അതല്ലേ അച്ഛാ സ്വർഗം. എനിക്ക് അതല്ലാതെ വേറെ ഏതുണ്ട് അച്ഛാ? എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അച്ഛാ എന്നിങ്ങനെ പറയാ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനും ഭയങ്കര സങ്കടം തോന്നുകയാണ്. മോളെ ഇനിയും വരാലോ മോളെ, നീ ഒരു നിമിഷം പറഞ്ഞാൽ മതി, നമുക്കിനി പോവണ്ട, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല അച്ഛാ, ഞാൻ എത്ര വിങ്ങിപ്പൊട്ടിയാലും എനിക്ക് ആ വീട്ടിൽ നിന്ന് പോയല്ലേ മതിയാവുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി, അമ്മ തിരിച്ചു വരണ്ടേ, നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണ്ടേ, അതിനുവേണ്ടി എനിക്ക് അവിടെ നിന്ന് യാത്ര പറഞ്ഞല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അച്ഛാ, പക്ഷെ അച്ഛനില്ലേ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന്. എല്ലാവരോടും അച്ഛൻ പറഞ്ഞില്ലേ ഇതെൻ്റെ മോളാണ്, എൻ്റെ സ്വന്തം മോളാണെന്ന്. അത് കേൾക്കുമ്പോഴേ എത്ര സന്തോഷമാണെന്ന് അറിയാവോ അച്ഛാ? ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ് നമ്മുടെ അലീന, ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഒരുമിച്ച് പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കണ്ണുകളിൽ നിറയുക. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, വെറുതെ അല്ലടി നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണല്ലോ. ബബിത ഇടക്കിടക്ക് പറയും അച്ഛൻ്റെ മാനസപുത്രിയാണ് അലീനയെന്ന്. അപ്പോൾ അത് ശരിയാ അല്ലേ? നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടല്ലേ എന്നോട് പറയുന്നത്, നീ എൻ്റെ മാനസപുത്രിയാണോടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന ഇരുന്ന് ചിരിക്കുകയാണ്. പിന്നെ അല്ലാതെ അച്ഛ, എനിക്ക് അച്ഛനെ വിട്ടൊക്കെ പോകാനായിട്ട് കഴിയുക അച്ഛ, എൻ്റെ വീടല്ലായിരുന്നോ അത്. ഇനി ഞാൻ പോകുന്നതോടുകൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ, പക്ഷെ നിങ്ങൾ തന്ന സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല അച്ഛ. അച്ഛൻ ഒരുപാട് എന്നെ മകളായിട്ട് തന്നെ സ്നേഹിച്ചു, എന്നെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ആ വീട്ടിലെ ഒരംഗമായിട്ട് എന്നെ അംഗീകരിച്ചു. സത്യാവസ്ഥകളെല്ലാം അച്ഛൻ അറിഞ്ഞിട്ട് പോലും എന്നെ തള്ളിക്കളഞ്ഞില്ല, ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്തത്. അതിൽ പരം സന്തോഷം എനിക്കിനി എന്ത് കിട്ടാനുണ്ട് അച്ഛ? ഈ ജന്മത്തിൽ എനിക്കെല്ലാം പൂർത്തിയായി അച്ഛ. എനിക്ക് വേണ്ടുള്ള കാര്യങ്ങൾ മുഴുവനും നിങ്ങളെല്ലാവരും ചെയ്തു തന്നില്ലേ. എൻ്റെ കൂടപ്പിറപ്പങ്ങളെ വിട്ടുവരാനായിട്ട് എനിക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ താൽക്കാലിക വിജയം, മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കുന്ന ഞാൻ താൽക്കാലിക വിജയം. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരെയും ഉപേക്ഷിച്ച് ഇപ്പം ഇങ്ങനെ പോരേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവനെയും ഗംഗയാണ്. അപ്പോൾ ഗംഗയോട് ഈ ശിവൻ ചോദിക്കുകയാണ്, അല്ല ഗംഗേട്ടൻ പോകുന്നില്ലേ? ഇനിയിപ്പോൾ വൈജി ഇറങ്ങാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ്. വൈജി അവിടെ എത്തിയാലേ പോവുള്ളൂ, പിന്നെ അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അലീന ഇറങ്ങിയെന്നറിയാതെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ വിളിച്ച് ചോദിക്കുക? അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? അലീനയെ അത്രയ്ക്ക് ഇറക്കി വിടാനുള്ള താല്പര്യമാണെന്ന് പറയില്ലേ? വൈജി എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊന്ന് കയറി ചെന്നാൽ മതി, അത്രയ്ക്കും വലിയ ആഗ്രഹമാണ്. അല്ല ശിവ, നീ ഇനി മടങ്ങിയൊന്നും പോകുന്നില്ലേ? ഓ,
എൻ്റെ മടങ്ങിപ്പോകലൊക്കെ കണക്ക് തന്നെയാണ് എൻ്റെ ഗംഗേട്ടാ. എനിക്കിനി അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രശ്നത്തിന് മേലെ പ്രശ്നമാണ്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം തീർന്നിട്ട് നേരമില്ലല്ലോ എൻ്റെ ഗംഗേട്ടാ. പിന്നെ ഹരിയുടെ കാര്യം നോക്കണ്ടേ, അവനെ ജാമ്യത്തിൽ ഇറക്കണ്ടേ? അതിനൊക്കെയുള്ള തന്ത്രപ്പാടുകളിൽ ഓടിപ്പാഞ്ഞിങ്ങനെ നടക്കുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഗംഗേട്ടാ, ഗംഗേട്ടന് ഇനി എത്ര നാളാ അവിടെ ചെന്നാൽ പ്രശ്നം ഉണ്ടാക്കൂലേ? ഗംഗേട്ടന് ജോലിക്ക് പോകണ്ടേ? ജോലി പോയാലും കുഴപ്പമില്ല, പക്ഷെ ഭാര്യ വിട്ടു പോകുമെന്നാണ് എനിക്ക് സംശയം. അവളിപ്പോൾ എന്തൊക്കെയോ കാര്യത്തിലൊക്കെ എൻഗേജ് ആണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കുന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ കമല സന്തോഷത്തോടെ ഓടിപ്പാഞ്ഞിങ്ങനെ എത്തുകയാണ്. അതേ, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? അലീനയില്ലേ, അലീന അവിടെ നിന്ന് പോയി. പോയോ? പോയെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അതേ ഭാബിതേ, മഞ്ജിമയെ വിളിച്ചായിരുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാണ് അഞ്ജുനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആണോ? കാര്യങ്ങളെല്ലാം പറഞ്ഞു. അലീന അവിടെ നിന്ന് പോയെന്നാ പറഞ്ഞത്. അതിന് നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് സന്തോഷിക്കുന്നത്? അതെ, എൻ്റെ സന്തോഷമൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂല. അതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാനും പറ്റില്ല. എന്നാലും പറ. അതെ, ആലീനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവൾ കുടുംബത്തിലേക്ക് എടുത്ത് കാല് വെച്ചു. ആ കുടുംബം മുടിയാൻ തുടങ്ങി. ആ കുടുംബം മാത്രം, ഈ കുടുംബവും മുടിയാനായിട്ട് തുടങ്ങി. എൻ്റെ ഒരു മകനെ അവൾ കണ്ണും കൈയൊക്കെ കാണിച്ച് വശത്താക്കി. മറ്റൊരു മകനെയോ അവള് ആക്കുകയും ചെയ്തു. ഇതൊക്കെ അവൾ വന്നതിന് ശേഷം ഉണ്ടായതാണ്. ഇതെന്താ കമല നീ ഇങ്ങനെ കിടന്ന് പറയുന്നത്? അലീന വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്റെ മകൻ്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ? എന്താ ഹരിയുടെ സ്വഭാവം അത്ര ക്ലീൻ ആണോ? അവൻ തോന്നിവാസം കാണിക്കാൻ പോയി. അവനെ പോലീസുകാരെടുത്ത് ലോക്കപ്പിലിടുകയും ചെയ്തു. ഇത് അവൻ്റെ തെറ്റാണ്, അല്ലാതെ അലീന വന്നത് കൊണ്ടാണോ? ഇതാ പറഞ്ഞത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന്. നിങ്ങൾക്കൊന്നും അതൊന്നും ബോധ്യമാവില്ല. ഇനി ആ മെനകെട്ടവൾ യാതൊരു കാരണവശാലും ഇങ്ങോട്ടെടുത്ത് കാല് കുത്താതിരുന്നാൽ മതി. തിരിച്ചു വരാനായിട്ട് പാടില്ല. പോകേണ്ടത് പോകട്ടെ എന്ന് ഞാൻ കരുതുള്ളൂ. അല്ല, അവൾ എങ്ങോട്ട് പോയെന്നെല്ലാം പറഞ്ഞു. അതൊന്നും അറിയില്ല. അവൾ എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, തിരിച്ച് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി. നിങ്ങൾക്കൊക്കെ അവൾ വലിയ ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ഈ ശിവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രക്ഷയില്ല. അപ്പം ശിവൻ പറയാണ്, കണ്ടില്ലേ ഇവളേക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? എനിക്കേ കാരണം അടിച്ചൊന്ന് കൊടുക്കാൻ അറിയാൻ പാടാത്തത് കൊണ്ടല്ല. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗംഗേട്ടാ? ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയുമ്പോൾ ആ പറച്ചിൽ തീരുമല്ലോ. അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും ഞാൻ തന്നെ കേൾക്കണ്ടേ? അതുകൊണ്ടാണ് ഒരക്ഷരം പോലും മിണ്ടാതെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഹരിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അത് ഗംഗേട്ടൻ പറഞ്ഞ 100% സത്യം തന്നെയാണ്. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ വൈജയ് ഇവിടെ നിന്ന് പറഞ്ഞു വിടണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. ഇനി എന്തായിരിക്കും വൈജ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആർക്കറിയാം എന്നിങ്ങനെ ചിന്തിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.